ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ ഇന്ന് ഐൽ ഓഫ് വൈറ്റിൽ നിന്ന് മാഞ്ചസ്റ്ററിലേക്ക് യാത്ര പോവുകയാണ്. അവിടെ നിന്നും സ്കോട്ട്ലാൻഡിലേക്ക് 6 ഡേയ്സ് ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഐൽ ഓഫ് വൈറ്റിൽ നിന്നും മാഞ്ചസ്റ്ററിലേക്ക് ഏകദേശം 400 കിലോമീറ്റർ ദൂരമാണുള്ളത്. കാറിലാണ് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം 7 to 8 hours എടുക്കും അവിടെ എത്താൻ. കാർ ഫെറി ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. 1 hour നമ്മൾ കാറിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും. കംഫോർട്ടബിളായിട്ട് യാത്ര ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ഫെറിയുടെ അകത്ത് തന്നെ ഉണ്ട്. കംഫോർട്ടബിൾ സീറ്റ്, ടോയ്ലറ്റ്, ചെറിയ കഫേ, ഇതിനേക്കാൾ ഉപരി കടൽ ദൃശ്യങ്ങൾ നന്നായി ആസ്വദിക്കുകയും ചെയ്യാം. രാത്രി 10 മണിയോടുകൂടി ഞങ്ങൾ മാഞ്ചസ്റ്ററിലെത്തി. നോർത്ത് വെസ്റ്റ് ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്താണ് മാഞ്ചസ്റ്റർ സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് എൻ്റെ ബ്രദർ റെനീഷ് താമസിക്കുന്നത്. നല്ലൊരു കാലാവസ്ഥയാണ് മാഞ്ചസ്റ്ററിലുള്ളത്. കൂൾ വിൻ്റർ ആൻഡ് കംഫർട്ടബിൾ സമ്മറാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടുത്തെ ആളുകൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനായി യൂസ് ചെയ്യുന്നത് ബസ്, ട്രാംസും ട്രെയിൻസും ഒക്കെയാണ്. മാഞ്ചസ്റ്ററിൽ നിന്നും നെക്സ്റ്റ് ഡേ എഡിൻബറയിലേക്ക് പോകാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. മാഞ്ചസ്റ്ററിലും നല്ല തണുപ്പാണ്. അവിടെ -5 ഡിഗ്രിയാണ് ഇവിടുത്തെ താപനില. മഞ്ഞിൽ കളിക്കാൻ എനിക്കും കുട്ടികൾക്കും വളരെ ഇഷ്ടമായതുകൊണ്ട് തന്നെ അവിടെ കുറച്ചു നേരം മഞ്ഞത്തിരുന്ന് കളിച്ചു. മാഞ്ചസ്റ്ററിൽ നിന്നും എഡിൻബറയിലേക്ക് ഏകദേശം 280 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ്, അതായത് 5 hours ഡ്രൈവിംഗ്. പോകുന്ന വഴിക്ക് മൗണ്ടൻസും ലേക്കും ഗ്രീനറിയും ഒക്കെ കാണുവാൻ സാധിക്കും. നല്ലൊരു ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. മുകളിലേക്ക് പോയപ്പോൾ റോഡ് മുഴുവൻ മഞ്ഞ് മൂടിക്കിടന്നു. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. വിൻ്റർ ടയേഴ്സ് അല്ലെങ്കിൽ സ്നോ ടയേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെയുള്ള ആളുകൾ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നത്. സാധാരണ ടയർ ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ ഗ്രിപ്പ് കുറവായിരിക്കും, ബ്രേക്ക് കുറയും, വണ്ടി ആക്സിഡൻ്റ് ആകുവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഇവിടുത്തെ മെയിൻ പ്രോബ്ലം ബ്ലാക്ക് ഐസ്. ഇത് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വാഹനത്തിൻ്റെ കൺട്രോൾ കുറയും, സോ ഹൈ റിസ്ക് ഫോർ ഗെറ്റിംഗ് ആക്സിഡൻറ്റ്. അതുകൊണ്ട് ഞങ്ങൾ മറ്റൊരു ഡയറക്ഷൻ വഴിയാണ് സ്കോട്ട്ലാൻഡിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ 1 hour കൂടുതൽ യാത്ര ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ കാണുന്ന കാൾട്ടൺ ഹിൽ ആണ് സ്കോട്ട്ലാൻഡിലെ തലസ്ഥാനമായ എഡിൻബറ നഗരത്തിലെ ഒരു പ്രശസ്തമായ കുന്ന്. ഇവിടെ നിന്ന് നോക്കിയാൽ എഡിൻബറയുടെ മനോഹരമായ ദൃശ്യങ്ങൾ കാണുവാൻ സാധിക്കും. സൂര്യോദയവും സൂര്യാസ്തമയവും കാണുവാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലങ്ങളിലൊന്നാണ്. വിനോദസഞ്ചാരികൾക്കും ഫോട്ടോഗ്രാഫർമാർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സ്ഥലം ആണ് ഇത്. നഗരവും തുറമുഖ പ്രദേശങ്ങളും വ്യക്തമായി കാണാൻ കഴിയുന്ന ഈ കുന്നിൻ മുകളിലെ ചില കെട്ടിടങ്ങൾ ബ്രിട്ടീഷ് സൈന്യം വിവിധ ഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്നു. സൈനിക നിരീക്ഷണത്തിനും പ്രതിരോധ ആവശ്യങ്ങൾക്കും പ്രാധാന്യമുള്ള സ്ഥലമാണ് കാൾട്ടൺ ഹിൽ. Songs at the break of day.
കാണുന്ന കെട്ടിടമാണ് നാഷണൽ മൊന്യൂമെന്റ് ഓഫ് സ്കോട്ട്ലൻഡ്. ഇതിനെ എഡിൻബറയുടെ ഷെയിം എന്നും വിളിക്കുന്നു. ഈ സ്മാരകം നെപ്പോളിയൻ യുദ്ധത്തിൽ ജീവിച്ച നഷ്ടപ്പെട്ട സ്കോട്ടിഷ് സൈനികരെ അനുസ്മരിക്കാനായി 1820 നിർമ്മിക്കാൻ തുടങ്ങി. എന്നാൽ നിർമ്മാണം പൂർത്തിയാക്കാൻ ആവശ്യമായ ധനം തീർന്നുപോയി. അതിനാൽ ഈ കെട്ടിടം പാതി വഴിയിൽ നിർത്തേണ്ടി വന്നു. എങ്കിലും ഈ കെട്ടിടം എഡിൻബറയുടെ ചരിത്രത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. സ്കോട്ട്ലാൻഡിലെ ലോക പ്രശസ്തമായ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ ഭീമാകാരമായ കുതിരത്തല ശില്പങ്ങളിൽ ഒന്നാണ് ദ കെൽപ്പീസ്. ഏകദേശം 30 മീറ്റർ, അതായത് 100 അടി ഉയരമാണ് ഈ ശില്പങ്ങൾക്കുള്ളത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഉണ്ടാക്കിയത് ആൻഡി സ്കോട്ട് എന്ന ശില്പിയാണ്. ഇതിൻ്റെ മിത്തോളജി എന്ന് പറയുന്നത് സ്കോട്ടിഷ് നാടോടി കഥകളിലെ കെൽപ്പി എന്ന പുരാണ ജീവിയിൽ നിന്നുമാണ് ഇതിന് ഈ പേര് ലഭിച്ചത്. കെൽപ്പി എന്ന് പറയുന്നത് വെള്ളത്തിനടിയിൽ ജീവിക്കുന്നതും രൂപം മാറാൻ കഴിവുള്ളതുമായ ഒരു കുതിരയാണത്രേ. സ്കോട്ട്ലാൻഡിൽ മഞ്ഞുവീഴ്ച സാധാരണ ഒരു കാഴ്ചയാണ്, പ്രത്യേകിച്ച് ഡിസംബർ ടു ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിൽ. മഞ്ഞുവീഴ്ചയുള്ള സമയങ്ങളിൽ സ്കോട്ട്ലാൻഡ് കാണുവാൻ അതിമനോഹരമാണ്. എന്നാൽ അതേസമയം ശക്തമായ തണുപ്പും സ്ലിപ്പറി റോഡും സാധാരണക്കാരുടെ ഡെയിലി ലൈഫിനെ കാര്യമായി ബാധിക്കാറുണ്ട്. സ്നോ ടൈമിൽ ഇവിടുത്തെ ടെമ്പറേച്ചർ 0 to -10 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ അതിലും താഴെയാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് ബലാട്ടർ ബ്രാമർ എന്ന ഒരു സ്ഥലത്താണ്. സ്കോട്ട്ലാൻഡിൽ നിന്നും ഏകദേശം 177 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. ഇവിടുത്തെ ആക്ടിവിറ്റീസ് അഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ മൗണ്ടൻ ബൈക്കിംഗ്, സൈക്ലിംഗ്, ഹോഴ്സ് റൈഡിംഗ്, ഫിഷിംഗ് അത്രേ.